നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ വി.ഡി. സതീശനാണോ, കെ.സി. ആണോ, അതോ രമേശ് ചെന്നിത്തലയാണോ നമ്മുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്നുള്ള ചർച്ച ഒരു വശത്ത് നടക്കുമ്പോൾ കേരളത്തിലൊരു മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തു, അത് കെ.സി. സതീഷ് ചെന്നിത്തലയാണ് എന്നുള്ള ഈ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് സതീഷും രമേശും വേണുവും ഒക്കെ ഒരുമിച്ച്, വേണുഗോപാലും കെ.സി. വേണുഗോപാലും ഒക്കെ ഒരുമിച്ചുള്ള ഒരാളായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും തൽക്കാലം ഈ പിടിവലിയിൽ നിന്നും രമേശ് ചെന്നിത്തല ഒന്ന് മാറിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇനി ഡൽഹിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി രാത്രി തന്നെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിലാണ് അദ്ദേഹം തന്നെ പറയുന്നത്, രാവിലെ അഭിപ്രായം ചോദിക്കാൻ പോയ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറയുന്നത്, ഡൽഹിയിൽ ഇനി ചർച്ച നടത്തിയിട്ട് കാര്യമില്ല, ഡൽഹിയിലെ ചർച്ചകളൊക്കെ തന്നെ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു, ഇനി കേരളത്തിൽ തിരുവനന്തപുരത്താണ്, ഇനി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാൽ മാത്രം മതി, ഇനി കൂടുതൽ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ചർച്ചയ്ക്കായി ഡൽഹി നിൽക്കേണ്ട ആവശ്യമില്ല, ഇനി എന്ത് തന്നെ ആയാലും ഹൈക്കമാൻഡിന്റെ അഭിപ്രായം ഇനി എന്ത് തന്നെ ആയാലും ഞാൻ അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖത്ത് വലിയ സന്തോഷമൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയല്ല മുഖ്യമന്ത്രി എന്ന് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഘടകകക്ഷികളെ ഡൽഹിക്ക് വിളിപ്പിക്കുമെന്നത് വസ്തുതാവിരുദ്ധമാണെന്നും എല്ലാ ചർച്ചയും കഴിഞ്ഞുവെന്നും ഇനി പ്രഖ്യാപിക്കാൻ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നും ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നുണ്ട്. ഡൽഹി ചർച്ചകൾ പൂർത്തിയായിട്ട് 2 ദിവസത്തിലേക്ക് എത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വിമർശിച്ചതോടുകൂടി നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ഏറുകയാണ്. ബാംഗ്ലൂരിലുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഉടൻ തന്നെ സോണിയാഗാന്ധിയുമായി സംസാരിച്ചേക്കും. എടുക്കുന്ന തീരുമാനം ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് പ്രഖ്യാപിക്കുക. ആത്മവിശ്വാസത്തിലാണ് കെ.സി., വി.ഡി., ആർ.സി. പക്ഷങ്ങൾ. പ്രകടനങ്ങൾ വി.ഡിക്ക് തിരിച്ചടിയായി എന്നാണ് പൊതു വിലയിരുത്തൽ വരുന്നത്. സമവായത്തിലേക്ക് നീങ്ങിയാൽ വഴി തെളിയുമെന്നാണ് രമേശ് ചെന്നിത്തല പക്ഷം കരുതുന്നത്. നിലവിൽ ഉയർന്നിട്ടുള്ള ജനരോക്ഷം കെ.സി. പക്ഷത്തെ ആശങ്കയിലാക്കിയിട്ടുമുണ്ട്. 102 സീറ്റ് നൽകിയ കേരളം യു.ഡി.എഫിനെ വിജയിപ്പിച്ച് 7 നാൾ പിന്നിട്ടിട്ടും കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വിമർശിച്ചതോടുകൂടി കോൺഗ്രസ് നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ഏറുകയാണ്. ബാംഗ്ലൂരിലുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ സോണിയാഗാന്ധിയുമായി സംസാരിച്ചേക്കും. മുഖ്യമന്ത്രി ആര് എന്നതിൽ അന്തിമ തീരുമാനമെടുക്കും മുൻപ് നേതാക്കളെ ഒരിക്കൽ കൂടി ഡൽഹിക്ക് വിളിപ്പിച്ചേക്കും. അതേസമയം ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചിട്ടുള്ളതിനാൽ പ്രഖ്യാപനം എപ്പോൾ വേണമെങ്കിലും വരാമെന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നേതാക്കളും പ്രവർത്തകരും. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിനായി കോൺഗ്രസിനുള്ളിൽ അരങ്ങേറുന്നത് അത്യന്തം നാടകീയമായ രംഗങ്ങളാണ്. ഗ്രൂപ്പ് പോലെ തെരുവിലേക്ക് പടർന്നതോടുകൂടി നേതാക്കളുടെയും അണികളുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഹൈക്കമാൻഡ് പ്രത്യേക സംവിധാനം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അധികാരം കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് മുൻപേ തന്നെ കസേരയ്ക്കായി നേതാക്കൾ തമ്മിലടിക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കനത്ത മങ്ങലേൽപ്പിച്ചുവെന്ന വിലയിരുത്തലിലാണ് AICC നേതൃത്വം. ഗ്രൂപ്പ് താൽപര്യങ്ങൾക്ക് വഴങ്ങി അച്ചടക്കം ലംഘിക്കുന്ന നേതാക്കളുടെ പശ്ചാത്തലത്തിൽ സാഹചര്യം ശക്തമാക്കാതെ ഔദ്യോഗിക പ്രഖ്യാപനം വേണ്ടെന്നാണ് ഡൽഹിയിലെ തീരുമാനം. രാഹുൽ ഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമാണ് നടന്നതെന്നാണ് വിവരം. സതീശൻ അനുകൂലികൾ തനിക്കെതിരെ ആസൂത്രിതമായ നുണപ്രചാരണം നടത്തുന്നുണ്ടെന്നും വേണുഗോപാൽ രാഹുലിന് മുന്നിൽ തുറന്നടിച്ചു. തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഡൽഹിയിലെ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിക്ക് മുന്നിലും കേരളത്തിലെ ഉടനീളവും ഫ്ലക്സുകൾ ഉയർത്തുന്നതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. വലിയ രീതിയിൽ പണമൊഴുക്കിയാണ് ഈ സൈബർ ഫ്ലക്സ് പ്രചരണങ്ങൾ നടക്കുന്നത് എന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. വേണുഗോപാലിന്റെ ആക്ഷേപങ്ങളോടുള്ള രാഹുലിന്റെ ചോദ്യത്തിന് അതിശക്തമായ ഭാഷയിലാണ് വി.ഡി. സതീശൻ മറുപടി നൽകിയത്. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിനോട് തനിക്ക് കടുത്ത എതിർപ്പുണ്ട് എന്ന് സതീശൻ ചർച്ചയിൽ തുറന്നടിച്ചു. സംഘടന ജനറൽ സെക്രട്ടറി എന്ന തന്റെ പദവി ദുരുപയോഗം ചെയ്ത് MLA-മാർക്കിടയിൽ വേണുഗോപാൽ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നും സമ്മർദ്ദശക്തി ഉപയോഗിക്കുകയാണ് എന്നും സതീശൻ ആരോപിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താൻ എല്ലാവരെയും ഒന്നിച്ചുകൊണ്ടു പോകാനാണ് ശ്രമിച്ചതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഇരുവരും തമ്മിലുള്ള പോര് മുറുകിയതോടുകൂടി ചർച്ചകൾ പ്രക്ഷുബ്ധമാവുകയാണ്. തന്റെ സ്ഥാനാർത്ഥിത്വം സതീശൻ പക്ഷം എതിർത്തുവെന്ന് കണ്ടതോടുകൂടി വേണുഗോപാൽ മറ്റൊന്ന് തന്ത്രവും മുന്നോട്ട് വെച്ചു. താൻ മുഖ്യമന്ത്രിയായില്ലെങ്കിൽ സീനിയോറിറ്റി പരിഗണിച്ച് രമേശ് ചെന്നിത്തലയെ ആ പദവിയിലേക്ക് പരിഗണിക്കാമെന്നാണ് വേണുഗോപാലിന്റെ ആവശ്യം എന്ന് പറയുന്നത്. വേണുഗോപാലിനേക്കാൾ തനിക്ക് സ്വീകാര്യത ചെന്നിത്തലയാണ് എന്ന സൂചന സതീശനും നൽകിയിട്ടുണ്ട്. ഇതോടെ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചെന്നിത്തലയ്ക്ക് സാധ്യതയേറിയേക്കാം എന്നും പറയുന്നുണ്ട്. എങ്കിലും തന്റെ ചായം പൂശിയ പ്രതിച്ഛായ തകരുമോ എന്ന ഭയത്തിലാണ് സതീശൻ പക്ഷം ഇപ്പോൾ നീങ്ങുന്നത്.
അതിനിടെ മുഖ്യമന്ത്രി ചർച്ച നീണ്ടുപോയത് ജനമനസ്സിൽ അപ്രിയമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പരോക്ഷമായി സമ്മതിച്ചു. ചർച്ചകൾ നീളുന്നത് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമുണ്ടാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഹൈക്കമാൻഡിന് മുന്നിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടെന്നും ശുഭോദർക്കമായ തീരുമാനമുണ്ടാകുമെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. വിവാദമായ ഫ്ലക്സുകളും ബോർഡുകളും നീക്കം ചെയ്യാൻ നേതാക്കൾ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഹൈക്കമാൻഡ് നോമിനിയായി KC വേണുഗോപാൽ വരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഒരു വിഭാഗം നിൽക്കുമ്പോൾ AI ഗ്രൂപ്പുകളുടെ നീക്കത്തിൽ ചർച്ചകളെ വീണ്ടും സങ്കീർണമാക്കുകയാണ്. നേതാക്കളുടെ അച്ചടക്കമില്ലായ്മയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും കടുത്ത അതൃപ്തിയിലാണ്. സാഹചര്യങ്ങൾ വഷളാണെന്ന റിപ്പോർട്ടാണ് AICCയും നിരീക്ഷകരും നൽകിയിട്ടുള്ളത്. മുതിർന്ന നേതാവ് D. സുധാകരന്റെ മരണത്തെ തുടർന്ന് ഖാർഗെ കർണാടകയിലേക്ക് പോയതിനാലാണ് പ്രഖ്യാപനം വീണ്ടും വൈകിയത്. രാഹുൽ ഗാന്ധിക്ക് KC വേണുഗോപാലിനോടാണ് താല്പര്യമെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടയിൽ നേതാക്കളെ ഒന്നിച്ചിരുത്തി കാണുന്നതിന് മുൻപ് രാഹുൽ വേണുഗോപാലിനെ സ്വകാര്യമായി കണ്ടുവെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഇത് സതീശൻ പക്ഷത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ജനകീയ പ്രശ്നങ്ങളെക്കാൾ അധികാരഭീതം വെപ്പിന് കോൺഗ്രസ് മുൻഗണന നൽകുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് ഹൈക്കമാൻഡ്. സമവായത്തിന് 2 ദിവസത്തെ സമയം കൂടി നേതാക്കൾക്ക് ഹൈക്കമാൻഡ് അനുവദിച്ചിട്ടുണ്ട്. അണികളെ ശാന്തരാക്കണമെന്നും പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്നും കർശന നിർദ്ദേശം നൽകി. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഡൽഹിയിൽ തുടരുന്നതോടുകൂടി വരും ദിവസങ്ങളിൽ ചർച്ചകൾ നിർണായകമാകും. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ വടംവലി എവിടെ അവസാനിക്കുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. പിണറായി വിജയന്റെ ഉയർപ്പ് ഈ 7 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്.